ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ കടയിലൊക്കെ വരുള്ളൂ. കടയിൽ വരാൻ വേണ്ടി മാത്രമല്ല, എപ്പോഴും ഞാൻ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹിക്കുന്നവളായിരിക്കും യേശുമ്പുരാൻ പറഞ്ഞേക്കണേ. അത് യേശുമ്പുരാൻ്റെ പ്രിൻസിപ്പിളാണ്. നിനക്ക് അനുഗ്രഹം വേണം, നീ മറ്റുള്ളവരെ അനുഗ്രഹിച്ചു, അപ്പം ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അവരെ അനുഗ്രഹിക്കും. ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കും, ചിലർ കുത്തിപ്പിടിച്ചിരുന്ന പ്രാഗണ കാണാം. കുഴപ്പമൊന്നുമില്ല, അവർക്കൊന്നും പറ്റില്ല. പ്രാകുന്നവർക്ക് പ്രാകുന്ന ആൾക്ക് തന്നെയാണ് നാശം വരും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നിയമം, അങ്ങനെയാണ്. അപ്പോൾ ഒരു വാചനം വായിച്ചിട്ട് തുടങ്ങാവേ. 1 തിമോത്തിയോസ് 2:5-6 ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വചനം കേട്ടോ. വചനം സത്യമാകുന്നു. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഒരു സത്യം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലെ പല ചിന്തകളിൽ നിന്ന് നമ്മൾ തിരുത്തൽ വരും. അത് സ്വതന്ത്രരാകും നമ്മൾ. അപ്പോൾ വചനം സത്യമാകുന്നു. 1 തിമോത്തിയോസ് 2:5-6 ദൈവം ഒരുവനല്ലോ, ഈ ലോകത്ത് ഒരേ ഒരു ദൈവം ഉള്ളൂ എന്ന് കൊറോണ കാലത്ത് എല്ലാവർക്കും മനസ്സിലായതാ. അതുപോലെ എല്ലാവരുടെയും കണ്ണും മൂക്കും ഒക്കെ ഇങ്ങനെ ഇരിക്കണം, തിന്നണതൊക്കെ ഇങ്ങനെ ഇരിക്കണം. ക്രിസ്ത്യാനി ഹിന്ദുവിനെ കെട്ടിയാലും ഹിന്ദു ക്രിസ്ത്യാനിനെ മുസ്ലിമിനെ കെട്ടിയാലും കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും കൊച്ചുങ്ങൾ ഒരുപോലെ തന്നെയാണ്. അപ്പം മതം ഒന്നുള്ളൂ. മനുഷ്യരിങ്ങനെ മതമൊക്കെ തിരിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഭരിക്കാൻ പറ്റില്ലാണ്ട് കുറച്ച് മതങ്ങൾ, അപ്പോൾ കുറച്ച് പേരെയൊക്കെ വെച്ച് ആ ദൈവത്തിൻ്റെ കീഴിലിങ്ങനെ അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഇപ്പം ബൈബിള് പോലെ തന്നെയാണ്, പഴയ നിയമമൊക്കെ പോലെയാണ് ഖുറാൻ്റെ ഒക്കെ, പിന്നെ ഋഗ്വേദം, ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാം ഒന്നല്ലേ. മനുഷ്യനെ നന്നാക്കാന നിയമങ്ങളും മതങ്ങളും ഒക്കെ മനുഷ്യർക്ക്. പിന്നെ അത് മതപ്രാന്തായി ഒരു മതത്തിൽ എങ്ങനെയെന്നൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ദൈവം ഒരുവന് അത് ആത്മാവാണ്. നമ്മളൊരു പ്രതിമ കൈകൊണ്ടുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം അതിൽ പോയി തലയും കുത്തിയുന്നത് അത് ദൈവമാകുമോ? അതിന് അനങ്ങാൻ പറ്റൂല. നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കേണ്ടവർ നമുക്ക് ഭാരമാകും എങ്ങുന്ന ബൈബിളിൽ പറഞ്ഞ കേട്ടോ. അത് സത്യമാണ്. നമ്മുടെ അകക്കണ്ണ് തുറക്കട്ടെ, കോമൺ സെൻസ് തുറന്നാൽ മതി. ഇവിടെ പറയുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാകാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അത് യേശു പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞതല്ല, പിതാവ് പറയണതല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിൽ കൂടി അല്ലാണ്ട് ആർക്കും പിതാവിലെത്താൻ പറ്റില്ല. ഞാൻ എന്ന് പറയണത്, യേശു എന്ന് പറയണത് വചനാണ്. വചനത്തിൽ കൂടി മാത്രം, വചനം പാലിച്ചാലേ പിതാവിലെത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ക്രിസ്ത്യാനികളെ യേശു പിതാവിലെത്തും എന്നല്ല പറഞ്ഞത്. എന്നിൽ കൂടി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രൂപത്തിൽ പോയി തലയും കുത്തി നിന്നിട്ട് ഒരു കാര്യമില്ല. പുരുഷൻ്റെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. വചനം പാലിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്ക് ഞാൻ വചനം പാലിക്കേണ്ടതെന്ന്. എനിക്കും വചനം പാലിച്ചേ മുഖപക്ഷം ദൈവത്തിനില്ല. ഞാനും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും വചനം പാലിക്കണം. ഈ വചനത്തിന് ഇരുതല വാളിൻ്റെ മൂർച്ച, അവിടെ കുത്തും, നിങ്ങളെ കുത്തും, എന്നെയും കുത്തും, രണ്ടിടത്ത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ എല്ലാവരും ഓർക്കും, അയ്യോ ഞാനൊക്കെ പണ്ട് പിന്നെ കോതമംഗലം ഭാവി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പിന്നെ പിറവമ്പള്ളി രാജാക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഒരു എനിക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം എന്നെ സ്വതന്ത്രരാക്കി. യേശുക്രിസ്തു അല്ലാണ്ട് എനിക്ക് മധ്യസ്ഥനില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാനിപ്പോൾ സ്വർഗീയ അപ്പനും യേശുപ്പനും പരിശുദ്ധാത്മാവും മാത്രം എൻ്റെ പ്രാർത്ഥന. ഞാൻ അവരോട് പ്രാർത്ഥിക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റോൾ മോഡലാണ് എൻ്റെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ. അതിന് മുമ്പ് പറയട്ടെ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6-ാം തീയതി ഞറക്കെടുക്കും. കുറച്ച് ദിവസത്തോടെ ഉള്ളൂ. അത് അന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. അതിൻ്റെ ഒക്കെ കൂടെ കൂടിയാണ് ഞറക്കെടുപ്പ്. അപ്പോൾ വേണമെങ്കിൽ ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളും ആകാം. ഞറക്കെടുപ്പിൽ ഒരു മുഖവർഷവും ഇല്ല. എല്ലാവരുടെയും ഇടയിട്ടിട്ട് ഇളക്കി മറിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്നാ വിശേഷം? പിന്നെ യേശുവിൻ്റെ കൃപയാൽ നമ്മൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 2 മനോഹരമായ സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ഇറങ്ങുമ്പോൾ എനിക്കൊരു വിളിച്ചോളൂ. എല്ലാം നമ്മുടെ രേവതി വെഡിങ് കളക്ഷൻ്റെ പുറത്തുള്ള ഈ കാണുന്ന പുറത്തുനിന്നുള്ളവരാണ് അധികം അതിൽ കയറിയേക്കണം. അവരെന്നെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കൂടിയേക്കണേ എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും അത് അനുഗ്രഹമല്ലോ. ഞാൻ അതും പറഞ്ഞായിരുന്നു, നിങ്ങൾക്കും അത് അനുഗ്രഹമായി മാറും, എനിക്കും ഇത് യേശുപുരാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അപ്പോൾ അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, മാം ഇങ്ങനെ ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞ സ്വർണ്ണക്കടക്കാർ സ്കീമിൽ കൂടാൻ പറയുമ്പം നമുക്ക് വേണ്ടി ഏതാണ്ട് ചെയ്തു തന്നെ പോലെയാണ് പറയാറ്. ഇത് മാം തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ. അവർ പറഞ്ഞ വാക്കങ്ങ് പറഞ്ഞ കേട്ടോ മാം, അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ ചേച്ചി എന്ന് പറയാറ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കും അനുഗ്രഹം നിങ്ങൾക്കും അനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ. യേശുമ്പുരാൻ അത് എല്ലാവർക്കും അനുഗ്രഹമാക്കും. സ്കീമിനെ പറ്റി അറിയണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9447575564. അതിമനോഹരമായ 2 സ്കീമാണ്. എന്നായാലും ഒരു സ്കീമിൽ ചേർന്ന്
ഒരു സ്വർണം ലിക്വിഡ് അസറ്റായിട്ട് ഓർത്താൽ മതി. എനിക്ക് പെങ്കൊച്ചിനെ ഇല്ല കെട്ടിക്കാൻ. ഈ പെൺപിള്ളേർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ അതിമനോഹരമായ സാരി കാണാം. ഈ പെൺപിള്ളേരെ എന്തിനാ കെട്ടിച്ചു പറഞ്ഞേ? എപ്പോഴും സ്ത്രീധന പ്രശ്നം വന്നിട്ട് ആ ഫോട്ടോ, ആ കൊച്ചിന് അടി കിട്ടി, ആ കൊച്ചു ആത്മഹത്യ ചെയ്തു, ഇതിങ്ങനെ എപ്പോഴും കേരളത്തിലുണ്ട്. ഈ പെൺപിള്ളേരെ കെട്ടിച്ചു പറഞ്ഞതിന് എന്തിനാ? ആമക്കളുണ്ടെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിലും രണ്ടു കൂട്ടരെയും കെട്ടിച്ചു വിടുക. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ആമക്കൾ പെണ്ണ് കെട്ടിയാലും അവർ വീട് വെച്ച് വേറെ പോകണം, പെൺപിള്ളേരും അതുപോലെ പോകണം. ഈ സ്വർണവും കൊടുത്ത് അങ്ങ് കെട്ടിച്ചു വിടുക. ആ പെങ്കൊച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ വന്നവള് ഇവിടുന്ന് കെട്ടിച്ചു വിട്ടവളെ ഒരിടത്തും ഒരവസ്ഥ. ഒരു സ്വന്തം മക്കൾക്കൊത്തിട്ട് 10-15 വയസ്സ് വരെ ഒരു പെങ്കൊച്ചിൻ്റെ അവസ്ഥ തന്നെ. അതൊക്കെ ഒരു തെറ്റല്ലേ? അപ്പടി പിന്നെ വീട്ടിൽ വന്ന് സ്വന്തം വീട്ടിൽ കയറി വരുമ്പോൾ എന്നാ പോണേ? പിന്നെ വന്ന് നീ അവിടെ വല്ല പടയും കൂടിയിട്ടാണോ വന്നേ? ഇതൊക്കെ ഒരു ഭയങ്കര മാനസികാവസ്ഥയല്ലേ? പിള്ളേരെ കെട്ടിച്ചു വിടുകയല്ലേ ചെയ്യണം. പെൺപിള്ളേർക്കായിട്ട് സ്വർണം വേണ്ട, നമുക്ക് ഇടാനും ഉടുത്തും നമുക്ക് നടക്കാനും നമുക്കൊരു ലിക്വിഡ് അസറ്റായിട്ട് സ്വർണ്ണം ഓർത്താൽ മതി. ഇവിടെ പെട്ടെന്ന് വീഡിയോ പിടിക്കാൻ ഞാനിത് പറഞ്ഞുകൊണ്ട് നിന്ന് അപ്പടി നിൽക്കും. ഇത് കണ്ടോ, എല്ലാവരും റീസ്റ്റോക്ക് ചോദിച്ചേക്കണ ലിനൻ്റെ ആ സൂപ്പർ സാരി ആട്ടോ. ഗ്രീൻ സിൽക്ക് എന്നും പറയും കേട്ടോ. ഇത് പ്യുവർ ഗ്രീൻ സിൽക്കാണ് എനിക്ക് കണ്ടിട്ട്. പക്ഷെ അവർ പറഞ്ഞേക്കണ ലിനൻ സാരി എന്നാണ്. ഫുൾ നല്ല ബനാറസ്. ഇപ്പോൾ പ്ലെയിൻ സാരി ഭയങ്കര ഫാഷനാണ്. അതും ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ കേട്ടോ. ഇതേ ഇങ്ങനെ അടിപൊളി കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇത് ഒരു പീസ് പോലും നമുക്ക് താഴെയില്ല, പെട്ടെന്ന് തീരും. എടുത്തു 1999. 2000-ൻ്റെ മേളിൽ വില പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഇതെടുത്താൽ നിങ്ങൾക്കൊരു അസറ്റായിരിക്കും കേട്ടോ. ഈ സാരി ഒരു സൂപ്പർ സംഭവമാണ്. ഇപ്പം എല്ലാം പ്ലെയിൻ സാരിയാണ് ഏറ്റവും ഫാഷൻ. ഉള്ളിൽ ഒരു പ്രിൻറ്റും ഇല്ലാത്ത ഏറ്റവും അപ്ഡേറ്റ്. ഇതിൻ്റെ ഒറിജിനൽ ഞാൻ പറഞ്ഞില്ലേ 15,000. അതിലൊക്കെ ഒരു മുട്ടയുണ്ട് 2 വർഷം മുമ്പൊക്കെ കണ്ട ഇതിൻ്റെയൊക്കെ ഒറിജിനൽ. പക്ഷേ ഇതാണ് പ്ലെയിൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ. ഇത്ര രസമുള്ള കോമ്പിനേഷനാണ് നോക്ക്. 1999. പെട്ടെന്ന് എടുത്തോ, ഇപ്പം തന്നെ തീരും. അടിപൊളി സാരിയാണ്, പെട്ടെന്ന് തീരും. ഒത്തിരി കളർ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല അല്ലേ? എൻ്റെ ബ്ലൗസ് കാണിക്കാം. എൻ്റെ ബ്ലൗസിൻ്റെ റെഡ് ഒരു ഭംഗിയാ. റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റെഡ് കളറ്. അടിപൊളി സാരി ആട്ടോ. അടിപൊളി സാരി എന്ന് വെച്ചാൽ ഉടുത്താലും ഭയങ്കര രസം. അടിപൊളി സാരികളാണ്. സൂപ്പറാട്ടോ. 1999 ബ്ലൗസ് പീസ്. ഞാൻ പറഞ്ഞില്ലേ ഓരോന്നിനും ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറാണ്. മഞ്ഞയിൽ പല കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ കളർ ഇത് കുങ്കുമത്തിൻ്റെ കളർ. അയ്യോ, ശരിക്കും ഒറിജിനൽ കുങ്കുമം ഓർക്കണ്ടോ പണ്ടത്തെ ഈ കളറ്? ഞാനൊരു വലിയ ഫംഗ്ഷൻ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി ഈ കളർ അന്വേഷിച്ച് വന്നിട്ട് ഇതുവരെ കിട്ടിയില്ല. കുഞ്ഞൂന് കിട്ടിയ കളർ അത് ഓർഗൻസി ആയിപ്പോയി. ഞാൻ എന്നായാലും അന്വേഷിക്കാം. എൻ്റെ ചുണ്ടാൻ കാണിച്ചു തരും. ഇത് കണ്ടോ, സൂപ്പർ കളറല്ലേ, കുങ്കുമത്തിൻ്റെ കളർ. ഇത് തന്നെ കുഞ്ഞുവിന് കിട്ടി. എന്നോട് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ ഞാൻ കുഞ്ഞുവിന് കൊടുത്താ. കുങ്കുമം അങ്ങനെയല്ലേ ഇരിക്കണേ? ഇങ്ങനെയാ കുങ്കുമം. പിന്നെ അത് മെറൂണ. ഈ കളറാന്നേ കുങ്കുമം. പണ്ടത്തെ കാലത്തെ കുങ്കുമത്തിന് ആ കളറായിരുന്നു. അല്ലേ? പണ്ട് അങ്ങനെ എല്ലാവർക്കും കുങ്കുമത്തിന്റെ കളറ്. ഈ പെണ്ണുങ്ങളെന്നെ തല്ലിക്കൊല്ലുന്നു. എൻ്റെ ഒരു ഓർമ്മ അതാ കുങ്കുമത്തിന്റെ കളർന്ന്. ഞാൻ കുങ്കുമത്തിന്റെ കളർന്ന് എപ്പോഴും പറയാറാ കളറിനെ. മജന്തി അല്ലാതെ റാണി പിങ്കും അല്ല, അതൊക്കെ വേറെയാ. കുങ്കുമത്തിന്റെ കളറാ അത്. ആ അതെ പണ്ട് കുങ്കുമത്തിന് അതെ. ശരിക്കും നിങ്ങളൊന്ന് പറയണം കേട്ടോ, പണ്ട് കുങ്കുമത്തിന് അതാ കളർ. തർക്കിച്ചാലും ഇതാ കുങ്കുമത്തിന്റെ കളർ. ഇത് മെറൂണല്ലേ, റെഡിഷ് മെറൂൺ. ഇത് ഇപ്പോഴത്തെ കുങ്കുമത്തിന്റെ കളർ ഇതായിരിക്കും, പണ്ടതാ. പണ്ട് ഇങ്ങനെ കല്യാണം കഴിയുന്ന കാലത്ത് ഞാനൊക്കെ കുങ്കുമൊക്കെ തൊട്ട് നടക്കുമായിരുന്നു. ഒരിടയ്ക്ക് അതല്ലായിരുന്നു ട്രെൻഡ്.
ആ കളറായിരിക്കും. ഇനി തർക്കിക്കും. ഞാൻ തർക്കത്തിന് എൻ്റെ അടുത്ത് തർക്കിച്ച് ആരും ജയിക്കാമെന്ന് നോക്കണ്ട. അതെല്ലാവരും പറയും. എൻ്റെ ഇളയ കൊച്ചുണ്ടെങ്കിൽ വേണം. ചേച്ചിമാരെ നിങ്ങൾക്ക് വേറെ പണിയില്ല. എൻ്റെ അമ്മയോട് ആരും ഇതുവരെ തർക്കിച്ച് ജയിച്ചിട്ടില്ല. ഇതാ ചെറുക്കാൻ തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ എന്ന് പറയും. ഇത് മെറൂണും പച്ചയും നല്ല രസമില്ലേ? എല്ലാ കളറും രസമാട്ടോ. എന്താ അതിൻ്റെ കോമ്പിനേഷനൊക്കെ കൊടുത്തേക്കണേ. ലൈലാക്കും ഇത് അതിൻ്റെ ബ്ലൗസ് പീസൊക്കെ ഇത് കണ്ടോ? ഇത് ഭംഗിയാ മതി. സൂപ്പർ സാരികൾ പെട്ടെന്ന് തീരും കേട്ടോ. പെട്ടെന്ന് തീരുവേ. പെട്ടെന്ന് എടുത്തു. അടിപൊളി സാരിയാണ്. സഫയർ ഗ്രീൻ വാടാമുല്ല കളർ അടിപൊളിയാണ്. ഇനി നമ്മുടെ ലിനൻ സാരി, അത് ഇങ്ങനെ പല പല പ്രിൻ്റ് വരുന്നുള്ളൂ. ഇത് ഇങ്ങനെ എന്നും നമ്മുടെ കടയിലെ ആൾക്കാർ എല്ലാം എടുത്താലൊന്നും കൊണ്ടുപോകില്ല. ഇങ്ങനത്തെ കുറച്ചായിട്ടേ എടുക്കുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യണേ? ലിനൻ സാരിയുടെ ആകാര 1299. അടിപൊളി സംഭവം. ഇവരൊക്കെ പലതും എടുത്തോണ്ട് വരാൻ പറയും. അതൊന്നും എടുക്കൂല. പിന്നെ ഞാൻ എന്നാ ചെയ്യണേ? ഇത് എടുക്കുള്ളൂ. പിന്നെ ഇപ്പം എന്താ ചെയ്യണേ? ഈ പ്രിൻ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ബ്ലൗസിൽ ഫ്ലോറൽ പ്രിൻ്റ് പോലെ ഇച്ചിരി വലിയ പ്രിൻ്റുകളാണ്. 1299. $1299. സൂപ്പർ സംഭവം അല്ലേ? $1299. പ്രിൻ്റ് നോക്കിക്കോട്ടോ. ബ്ലൗസ് പീസ് എല്ലാം പ്രിൻ്റഡാണ്. ചിലപ്പോൾ വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. ഈ തവണ എല്ലാം പ്രിൻ്റഡാണ്. കോട്ട് സെറ്റ് പോലെ ആകട്ടെ. പ്രിൻ്റഡ് സാരി, പ്രിൻ്റഡ് ബ്ലൗസും. ഒരേ സമയത്ത് ഒരേ ഫാഷനല്ലേ? 1299. ഇതാട്ടോ ഉണ്ട്. ഇത് സിൽക്ക് ബനാറസ്. ഇതിൻ്റെ ഒറിജിനൽ 15,000 16,000. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ കയറി കണ്ടിട്ട് പോകുന്നുള്ളൂ. ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ലണ്ടനിൽ നിന്ന് വന്ന എൻ്റെ ഫ്രണ്ടൊക്കെ ഇത് എടുത്തുകൊണ്ട് പോയെ. അവൾ പറയണപ്പോൾ ലണ്ടനിലും പുറത്ത് അമേരിക്കയ്ക്കൊക്കെ വരുന്ന എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കൽ തുടങ്ങി. കാരണം 1 2 ഫംഗ്ഷൻ അവിടെ ഇപ്പോൾ കാഞ്ചീപുരം ഏതാ ഇതൊന്നും അറിയണില്ലോ. ഇപ്പോൾ ഈ സെയിം സാധനങ്ങൾ തന്നെ ഈ ഡ്യൂപ്ലി വന്ന കാരണം. പിന്നെ മെയിൻ നമ്മുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ കാഞ്ചീപുരം എല്ലാവരും എടുക്കും. അല്ലാത്തതിനൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം ഇതായി. അപ്പോൾ അത് കാരണം പിന്നെ ഒരു കാര്യമാണ്, എല്ലാവർക്കും ഒരേപോലെ ഷൈൻ ചെയ്യാം. ദൈവകൃപയാൽ അങ്ങനെ ഒരു ഗുണം കിട്ടി. എല്ലാവർക്കും ഇപ്പോൾ കാഞ്ചീപുരം മേടിക്കാൻ കാശുണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഷൈൻ ചെയ്യാനുള്ള അവസരമായി. പണ്ടത്തെ കാലത്ത് പിന്നെ ഒരു സാരി മേടിച്ചാൽ ദൂരം പേര് മാറി മാറി കൊടുക്കുമായിരുന്നു അല്ലേ? ഇതാട്ടോ ബ്ലൗസ് പീസ്. അരികത്തെ ബോർഡറും ഉണ്ട്. പ്ലെയിൻ സൂപ്പർ സാരി അല്ലേ? എന്ത് രസം. കോഫി ബ്രൗണും ഈ പച്ചങ്കട എന്ത് ഭംഗിയ. സിൽക്കിൻ്റെ ക്രേപ്പിൻ്റെ ആകുമ്പോൾ ഇച്ചിരി ഒട്ടും സിൽക്ക് ഒത്തിരി ഒട്ടുന്നവർക്ക് ഇങ്ങനെ സിൽക്ക് എടുത്താൽ മതി. നോക്കി എത്ര ഭംഗി നോക്കി. റെഡിനൊരു ഭയങ്കര രസമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ റെഡ് സാരി കൊടുത്തു തന്നിട്ട് എല്ലാവർക്കും എന്നാ ഇഷ്ടമായിരുന്നു. റെഡിൻ്റെ പ്രത്യേകതയാണ്. റെഡ് എടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഈ പച്ചയാട്ട ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസ് പീസ് ഭയങ്കര സോഫ്റ്റ്, നല്ല സുഖമാണ്. നല്ല സുഖം, നല്ല കൂളിങ്ങാണ്. കനവും ഇല്ല. ഇതിലും കന കാഞ്ചീപുരത്തിന്. ഇത് റെയർ കളേഴ്സൊക്കെ ഈ തോണം. ലെമണല്ലോ. ഇത് ലെമണല്ലേ? അതെ, നല്ല
അല്ലെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. എങ്ങനെയൊക്കെയല്ലേ ചെറുനാരങ്ങ ഇച്ചിരൂടെ ഒരു ഭംഗിയുണ്ടോ. പച്ച ബ്ലൗസ് പീസ് പച്ച, അതിൻ്റെ അരികത്തെ ബോർഡറും ഉണ്ട്. സൂപ്പർ ബനാറസിൻ്റെ. ഇനി ഈ ബനാറസ് ഇങ്ങനെ ഒരു 2-3 വർഷം ബനാറസ് ആട്ടോ. അത് കാരണം നമ്മൾ സാരി എടുത്താലും നഷ്ടം വരില്ല. 2-3 വർഷത്തേക്ക് ഇനി ബനാറസ് ആയിരിക്കും ഫാഷൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴും പുതിയ സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന് എത്രയായിരുന്നു? 1599 രൂപ. ഇനി നമ്മുടെ പ്ലെയിൻ ക്രോഷ്യോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. പ്ലെയിൻ ക്രോഷ്യോ കോട്ടയിലുള്ള പ്ലെയിൻ ക്രോഷ്യോ. ഈ ബ്ലൗസിൻ്റെ കയ്യിൽ ലേസ് വർക്കുണ്ട്. ക്രോഷ്യോ ഹാൻഡ് വർക്കാട്ടോ. ഇത് അപ്പടി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോറിൻകാർ വന്ന സമയം നമുക്ക്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ, പണ്ടൊക്കെ വരുമ്പോൾ ഇപ്പം എന്നെ ഇവിടെ ഫാഷൻ ഇതെന്നാന്നൊക്കെ ചോദിക്കുന്നവർ ഇപ്പം ഇന്ന ഐറ്റം ഉണ്ടോ. ഓൺലൈനിൻ്റെ വ്യത്യാസം കണ്ടോ? എല്ലാവരും ഇതേ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന അവർക്കെല്ലാവരും മേടിച്ച് വെച്ചേക്കുമായിരിക്കും. പല ദിവസത്തെ മേടിച്ചിട്ട് അവർക്ക് ഒന്നിച്ച് അവർ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ അവർക്ക് എല്ലാ ഐറ്റവും അറിയാം. ഇപ്പോൾ സ്വർണ്ണം ഓൺലൈൻ എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ അല്ല, അവർക്ക് എപ്പോഴും പണ്ട് മുതലേ ഓൺലൈൻ എടുക്കണം മനുഷ്യർ ഒത്തിരി ഉണ്ടെന്ന് സ്വർണ്ണം. അയ്യോ, അത് കേട്ടിട്ട് ഞാൻ ബോധം കിട്ടും. ഇപ്പോൾ നമുക്ക് എന്നും സ്വർണം കൊറിയർ അയക്കാറുണ്ട്. അപ്പോൾ ഓൺലൈനിലൊക്കെ എല്ലാവരും ഇൻഷുർ ചെയ്തിട്ട് നമ്മൾ അയക്കണേ. അപ്പോൾ സേഫുമാണ്. സ്വർണ്ണം ഓൺലൈൻ അയക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തെല്ലാം കാര്യങ്ങളല്ലേ. പിന്നെ ജീവിതം അപ്പടി ഓൺലൈനിലാകും. ബ്ലൂ നല്ല കളറല്ലേ? അടിപൊളി. 1299 അല്ലേ? നല്ല കളേഴ്സാട്ടോ. ഈ ചാർട്ടിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ അത് ഇത് രസം. ഇത് ഇടുത്തല്ലേ ഒരു കൊച്ച് വെള്ള ബ്ലൗസ് കിട്ടല്ലേ, ഒരു പടയിട്ട് തന്നെ എന്ത് ഭംഗി. ആ കളറല്ല, ഇതല്ല. ഇത് മനുഷ്യർ ഉടുക്കണതിൻ്റെ സൗന്ദര്യം കേട്ടോ. പണ്ടിങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കലല്ലേ. ഇത്രയും സാരിയൊന്നും ഇല്ലായിരുന്നു. ആകെ 1-2 സാരികളൊക്കെ അന്നത്തെ കാലത്തുണ്ടാകുള്ളൂ. ദൂരം ക്രോഷ്യോ വർക്ക് ചെയ്തേക്കണം. ഇതെങ്ങനെ അവർക്ക് മുതലാകും? ഈ 1299 രൂപയ്ക്ക് ഇത് ഇങ്ങോട്ട് നോക്കാം. എൻ്റെ അമ്മയും ദൂരം ഈ ഫുള്ള് ബോർഡറും. അവർ വർത്തമാനം പറഞ്ഞ് എല്ലാവരും കൂടെ കൂടി ഇരിക്കുമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ സങ്കല്പിക്കും. അടുത്ത വീട്ടുകാരെല്ലാം കൂടെ കൂടിയിരുന്ന പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്നായിരിക്കും ചെയ്യണം. അല്ലേ ബോറടിക്കില്ല? തല അറിഞ്ഞു പോകൂലേ? ഏഷ്രി പറഞ്ഞവര് അവര് കേരളത്തിലെ പരിപാടിയൊന്നും പുറത്തൊന്നും ഏഷണി കാണാം. കേരളത്തിൽ നമ്മുടെ സ്വഭാവമല്ലേ. അവിടെയൊക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവും അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ പറയണേ. ഈ കേരളം എന്നാ കുഴപ്പം? ഇപ്പം ഇങ്ങനെ മാറിയില്ലേ? ഇപ്പം ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറയാനൊക്കെ കുറ്റം പറയാൻ പേടിയായി തുടങ്ങിയില്ലേ? വചനത്തെ ഭയപ്പെടണമെന്നല്ലേ പറഞ്ഞത്? വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ വിധിക്കരുത്. മുന്തിരി കളർ അല്ലേ? ഈ കളർ ആ കൊച്ചെടുത്തേക്കണം. അയ്യോ, അതിൻ്റെ പടം ഒന്ന് കയറ്റിയിടാൻ പറ്റുമോ? അതിൻ്റെ പടം ഇട്ടേക്കാട്ടെ. ഈ ക്രോഷ്യോയിൽ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചിനെ നോക്കിയിരിക്കും. ഇതൊരു ഭംഗിയാണ്. ഫിലിം സ്റ്റാർസിന് ഇത്രയും ഭംഗിയില്ലോ. യേശുവിൻ്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണ് കിട്ടില്ല കേട്ടോ. നമുക്കെല്ലാം യേശുവിൻ്റെ കൃപയാൽ. അയ്യോ എന്തോരം മാങ്ങയാന്ന് വല്ലവരും പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അയ്യോ അവൻ കണ്ണ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ. യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ പിന്നെ കണ്ണ് കിട്ടില്ല. നമ്മുടെ കൊച്ചു ഭയങ്കര മിടുക്കരാന്ന് വേറൊരാൾ പറഞ്ഞാൽ ചിലതോടില്ല അയ്യോ എൻ്റെ കഴിവ് വെച്ച് കണ്ണ് വെച്ച്, അങ്ങനെയല്ല. അപ്പോൾ യേശുവിൻ്റെ കൃപ നമുക്കെല്ലാം ഉള്ള ദൈവകൃപയാൽ അല്ലാണ്ട് ഒരു മനുഷ്യനൊന്നുമില്ല. സ്വയം പൊങ്ങാൻ എന്നാ ഉള്ളത്? എനിക്ക് പോകാൻ നോക്കിയിട്ട് അപ്പടി യേശോമ്പരാൻ തന്നെ അല്ലാണ്ട് ഒന്നുമില്ല. $1299 പെട്ടെന്ന് എടുത്തോ. എന്നാൽ സാരി അപ്പടി വിറ്റ് പോകും. ഒറ്റ പീസ് ഇരിക്കില്ല കേട്ടോ. അതെ ഇത് കണ്ടോ, എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്ന ചോദിച്ചായിരുന്ന സാരി ആട്ടോ. ഇതേ സെയിം അല്ലായിരുന്നു അതിഥി രവി എടുത്ത. അതിഥി രവി എടുത്തേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാന്ന് പറഞ്ഞു. ദൈവം അത് കേൾക്കണ്ട. അത് വല്ല സിൽക്കാർന്ന് കാണും. ഇതിന് 1399 രൂപയുള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, നല്ല വെറൈറ്റി ബ്ലൗസ് പീസ്. ഇത് കഴിഞ്ഞ ഓണം ചോദിച്ചിട്ട് അന്ന് ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നെ. എന്തോരം ദിവസമായി. എത്ര ഭംഗിയാന്ന് നോക്കി.
നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല ചന്തേരി സിൽക്കിൻ്റെ കൂടിയ മെറ്റീരിയലാണ്, സിൽക്ക് മെറ്റീരിയലാണ്. ഇത് ഭംഗിയ 2 കളറേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ തന്നെ തീരും കേട്ടോ. വേണ്ടവർ പെട്ടെന്ന് എടുത്തോ, ഇപ്പം തന്നെ തീരും. എല്ലാം നല്ല സാരിയല്ലേ. സ്കൂൾ തുറന്നു, ഓഫീസ് തുറന്നു, അടിപൊളി സംഭവങ്ങൾ. ഡിസൈനർ സാരി, അടിപൊളി സാരി. ഇത് ഓർഗൻസ അല്ലേ, ഓർഗൻസയാണ് മെറ്റീരിയൽ. ഓർഗൻസ പോലെയാണ്, അതിലിങ്ങനെ ഗോൾഡ് ഇതുണ്ട്. ബ്ലൗസ് പീസ് 899 ഉള്ളേ. കൊച്ചു പിള്ളേർക്കൊക്കെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ വിലയുടെ സാരിയൊക്കെ മതിയായിരുന്നു ഒരു ചെറിയ ഫങ്ഷനൊക്കെ പോകാൻ. ഈ ബ്ലൗസ് ഇച്ചിരി ഇറക്കിയിട്ടാൽ മതി, വള്ളേർ ഇട്ടാൽ മതി. ഇങ്ങനെ കുഞ്ഞൂനൊക്കെ ബ്ലൗസ് തയ്ക്കുമ്പോൾ അപ്പടി സീത്രൂ സാരി എടുക്കണം നമ്മൾ. ഇപ്പോൾ ബ്ലൗസിലെ വർക്കൊക്കെ കാണാം. കുഞ്ഞൂനൊന്നും വയറില്ല, അത് കാരണം ഞാനൊക്കെ ഇച്ചിരി നിഴലടിക്കില്ലാത്ത എടുക്കുക. എൻ്റെ വയറ് കണ്ട ആൾക്കാർ ബോധം കെട്ട് പോകണ്ടല്ലോ എന്ന് നോക്കും. തീറ്റ കുറച്ചെന്നായാലും വയറ് കുറയില്ല. 899 രൂപയുള്ളൂ. എന്തെങ്കിലും കോമ്പിനേഷൻ നമുക്ക്. സഫയർ ഗ്രീനും ബ്ലാക്കും, അടിപൊളി സംഭവം. ബ്ലൗസ് പീസും അടിപൊളി സംഭവങ്ങളാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ആട്ടോ ഏറ്റവും ബെറ്റർ. ഗ്രീനും ബ്രൗണും ഒരു വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ. നീല, 2 നീല. ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് ദിവസമല്ലേ. ഞങ്ങളുടെ ഇവിടെ ഡീൻ കുര്യാക്കോസ് ജയിച്ചു. ഈ സാരി ഫുള്ളിങ്ങനെ ബോർഡറിൽ വർക്കുണ്ട് കേട്ടോ. ഫുള്ള് ബോർഡറിൽ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണോ? ബ്ലൗസ് പീസ് പ്ലെയിനും ആട്ടോ. 599 രൂപ. നല്ലൊരു മെറ്റീരിയൽ കേട്ടോ. വലിയ നെഴലും അടിക്കില്ല. അപ്പോൾ കാണിച്ചു തരാവേ. വൈറ്റ് ബ്ലൗസ് ഇട്ടാലും ശരിയാ. ഹക്കോബയുടെ ബ്ലൗസ് ഇത് കണ്ടോ, നെഴലും അടിക്കില്ല. വൈറ്റ് ഹക്കോബയുടെ ബ്ലൗസ് ഇട്ടാലും മതി. സൂപ്പറായിരിക്കും. ഭയങ്കര ഗ്രാൻഡ്. 599 രൂപയല്ലേ ഉള്ളൂ. നല്ല പീസ് ചാർട്ടുകളും കണ്ട ഗ്രാൻഡ് ചാർട്ട്. വില ഇത്രയല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇങ്ങനെ വർക്കുണ്ട്. കണ്ടോ, ഫുള്ള് ഇങ്ങനെ ഉള്ളൊക്കെ വർക്കുണ്ട് ഇല്ലേ. എവിടം വരെ വർക്കുണ്ടെന്ന് നോട്ടെ കേട്ടോ. ഉണ്ട്. $599 രൂപയുള്ളൂ കേട്ടോ. എന്നെ ആഘോഷമല്ലേ ഈ ഇലക്ഷന്. അതിന് ഓടി കിടന്നവർക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ ജയിച്ച് ചെയ്യുമ്പോൾ. പിന്നെ തോറ്റവർക്ക് എന്ത് സങ്കടമായിരിക്കും അല്ലേ. എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതിനൊക്കെ വല്ല തോൽവിയും ചെയ്യുമൊക്കെ അല്ലേ. $599 രൂപയുള്ളൂ കേട്ടോ. ഉള്ളിത്തൊണ്ടിൻ്റെ കളർ. എനിക്കിപ്പോൾ രാഷ്ട്രീയമില്ല. ഞാൻ എപ്പോഴും കാല് മാറിക്കൊണ്ടിരിക്കണം. അത് കാരണം ഒരു പാർട്ടീനെ പറ്റിയും പറയണില്ല. എല്ലാ പാർട്ടിയിലും ആരെയും ഇപ്പം എനിക്ക് ഇഷ്ടമായിരിക്കും. അതാ രാഷ്ട്രീയം ഇല്ലാത്ത. 599. നല്ല കളേഴ്സ് അല്ലേ. നല്ല സൂപ്പർ സംഭവം. 150. ഇനി 150ൻ്റെ സാരി കേട്ടോ. ഇത് പ്യുവർ ഹാൻഡ്ലൂം കോട്ടൻ്റെ കളറും ഡിസൈനൊക്കെ ആണെങ്കിലും പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ അല്ല. അത് കാരണം മഴയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 150 രൂപയുള്ളൂ. നമ്മൾ ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്ന
150 രൂപയുള്ളൂ കേട്ടോ. അതെല്ലേ അതെല്ലേ ഇത് ഇച്ചിരി നല്ലതാണെന്നാണ് അവർ പറയണത്. ഒരു സിൽക്ക് പോലെയൊക്കെ ഉണ്ട്. അതെല്ലേ വ്യത്യാസം ഉണ്ടല്ലേ. പക്ഷെ ഞാനവിടുത്തെ ആ പ്രിൻ്റൊക്കെ കണ്ടപ്പോൾ ആ സെയിമാണ്. അല്ല ആകെ എത്രയല്ലേ ഉള്ളൂ? 150 രൂപയല്ലേ ഉള്ളൂ. ബ്ലൗസ് പീസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എടുത്തതാ. ശരിക്കും ഹാൻഡ്ലൂമിൻ്റെ ഒരു ലുക്കും ഉണ്ട്. നല്ല ഒരിതാ. 150 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഇത് തികഞ്ഞില്ലെങ്കിൽ ഒരു കെട്ട് വേറെ പ്രിൻ്റ് ഉണ്ട്. എല്ലാം കൂടെ കാണിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. പിള്ളേരോട് വെബ്സൈറ്റിൽ എടുക്കാൻ പറ്റുന്ന പുതിയ വെബ്സൈറ്റ് നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് എടുക്കാൻ പാടില്ലേ. അല്ലെങ്കിൽ 4 പിള്ളേർ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കേണ്ട. ഓൺലൈൻ വാട്സപ്പ് കോൾ വിളിക്കുക. വിളിച്ചിട്ട് മറുപടി പറഞ്ഞില്ലേ ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റെ നമ്പർ തന്നിട്ടില്ല, എന്നോട് പരാതി പറഞ്ഞാൽ മതി. 10 മണി മുതൽ 6 മണി വരെ ആട്ടോ ഓൺലൈൻ പിള്ളേരുള്ളൂ. വാട്സപ്പ് കോൾ വിളിക്കുമ്പോൾ എടുക്കണമെന്ന് നിർബന്ധം ഇവിടെ പറഞ്ഞേക്കണേ. അല്ലേ രാത്രി ഒന്നും വിളിച്ചേക്കരുത് കേട്ടോ. ഇത് തന്നെ ഇവിടെ വരച്ച് വെച്ചേക്കണേ. 7 ചോക്കും കൊണ്ട് വരച്ച് വെച്ചേക്കണേ. 7 എഴുതി വെച്ചേക്കണേ. ഇത്രയും വിലയുള്ളൂ കേട്ടോ. 150 ഉള്ളേ. നല്ല സാരികളാണ്. ഈ മഴക്കാലത്തും ഇതൊക്കെ ഉടുത്താലും കണ്ട ഒരു ഗമയാണ്. ഈ ഹാൻഡ്ലൂമിൻ്റെ ലുക്കല്ലേ, ആ വില കൂടിയ സാരിയുടെ ലുക്കുണ്ടല്ലോ. ബ്ലൗസ് ഇല്ലായിരിക്കും കേട്ടോ. 150 രൂപയല്ലേ ഉള്ളൂ. ഇതിന് ഏതെങ്കിലും ബ്ലൗസൊക്കെ ഇട്ടാൽ മതിയല്ലോ. പണ്ടൊക്കെ ഒരു കറുത്ത ബ്ലൗസും ഒരു മെറൂണും കുറേ സാരിയും കേശപ്പ പണ്ട്. അത് കാരണമാണ് എനിക്കൊക്കെ ഇപ്പോഴും തുണിയോട് ക്രേസ്. തുണിയോട് ഭയങ്കര ക്രേസാണ്. $150 രൂപയുള്ളേ. അപ്പോൾ വീഡിയോ തീർന്നു. ഇട്ടിട്ട് പോലെ ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം. യേശുബ്രാൻ നിങ്ങളതിന് നിറഞ്ഞ് അനുഗ്രഹിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.